അടുത്തിടെ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യ. കണ്ണുകളെ ബാധിക്കുന്ന ബാക്ടീരിയ അണുബാധയാണ് ട്രക്കോമ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഹാൻലെ ലഡാക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഹാൻലെ ലഡാക്ക്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗലി. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. ഭാഗ്യചിഹ്നം മൗലിയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. ലോകത്തിലെ 8000 മീറ്റർ ഉയരമുള്ള 14 കൊടുമുടികൾ കീഴടക്കി റെക്കോർഡിട്ട താരം നിമ റിഞ്ചി ഷെർപ്പ. ലോകത്തിലെ 8000 മീറ്റർ ഉയരമുള്ള 14 കൊടുമുടികൾ കീഴടക്കി റെക്കോർഡിട്ട താരം നിമ റിഞ്ചി ഷെർപ്പ. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് കൊച്ചിയാണ്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് കൊച്ചി. പ്രഥമ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ അർജന്റീനയാണ്. പ്രഥമ മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ട്. അപ്പോൾ 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് കൊച്ചി. ആദ്യമായിട്ട് വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളാകുന്ന അർജന്റീനയാണ്. ആദ്യമായിട്ട് ഈ മത്സരം സംഘടിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹമായത് ഇന്ദ്രധനുസ്. ഇന്ദ്രധനുസ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹമായത് ഇന്ദ്രധനുസ്. സിനിമാ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. 2024 ഒക്ടോബർ 12 100 വർഷം പൂർത്തിയാക്കിയ പത്രം അൽ അമീൻ. 2024 ഒക്ടോബർ 12 100 വർഷം പൂർത്തിയാക്കിയ പത്രമാണ് അൽ അമീൻ. കേരള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകിയ അൽ അമീൻ പത്രം കോഴിക്കോട് വെച്ച് 1924 ഒക്ടോബർ 12 മുഹമ്മദ് അബ്ദുറഹ്മാൻ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ 2024 ഒക്ടോബർ 12 100 വർഷം പൂർത്തിയാക്കിയ പത്രമാണ് അൽ അമീൻ. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. അന്താരാഷ്ട്ര ട്വന്റി-20യിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയത് സഞ്ജു സാംസണാണ്. അന്താരാഷ്ട്ര ട്വന്റി-20യിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം പൗർണമി. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡ് ലഭിച്ചത് എസ്. സോമനാഥൻ. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡ് ലഭിച്ചത് എസ്. സോമനാഥനാണ്. ISROയുടെ മുൻ ചെയർമാനാണ് എസ്. സോമനാഥൻ. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സംരക്ഷണം ഒരുക്കിയതിന് ദേശീയ അംഗീകാരം സ്വന്തമാക്കിയത് പുല്ലമ്പാറ പഞ്ചായത്ത്. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സംരക്ഷണം ഒരുക്കിയതിന് ദേശീയ അംഗീകാരം സ്വന്തമാക്കിയത് പുല്ലമ്പാറ പഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് പുല്ലമ്പാറ സ്വന്തമാക്കി. ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് പുല്ലമ്പാറ. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സംരക്ഷണം ഒരുക്കിയതിന് ദേശീയ അംഗീകാരം സ്വന്തമാക്കിയത് പുല്ലമ്പാറ പഞ്ചായത്ത്. പട്ടികവർഗ യുവാക്കളെ സ്വയം പര്യാപ്തരാക്കാനും സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുവാനും കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ടിക്ക്. പട്ടികവർഗ യുവാക്കളെ സ്വയം പര്യാപ്തരാക്കാനും സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ടിക്ക്.
സൈബർ സുരക്ഷാ അംബാസഡറായി നിയോഗിച്ചത് രശ്മിക മന്ദാനയാണ്. സിനിമാ നടിയായ രശ്മിക മന്ദാന. സൈബർ സുരക്ഷാ അംബാസഡറായി നിയോഗിച്ചത് രശ്മിക മന്ദാന. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 പെൺകുട്ടികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകാനൊരുങ്ങുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ സ്പേസ് കിഡ്സിന്റെ ദൗത്യം ശക്തിസാറ്റ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 പെൺകുട്ടികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകാനൊരുങ്ങുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ സ്പേസ് കിഡ്സിന്റെ ദൗത്യം ശക്തിസാറ്റ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്, മൊറോക്കോ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്, മൊറോക്കോ. 2025 പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോയാണ്. 2025 പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ. 2026 റബാത്ത്, മൊറോക്കോ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ 13-നാണ്. 2024 നവംബർ 13-ന്. വയനാടും ചേലക്കരയുമാണ് നവംബർ 13-ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ 20-നാണ്. അപ്പോൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ 13-നും നവംബർ 20-നുമാണ്. നവംബർ 13-ന് വയനാട്, ചേലക്കര, നവംബർ 20-ന് പാലക്കാട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മുൻ താരം നീതു ഡേവിഡ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മുൻ താരം നീതു ഡേവിഡ്. ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് നീതു ഡേവിഡ്. ഏകദിനത്തിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് നീതു ഡേവിഡ്. ആദ്യ കൊക്കോ ലോകകപ്പ് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ആദ്യ കൊക്കോ ലോകകപ്പ് വേദി ന്യൂഡൽഹി. അടുത്തിടെ സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ച പൗരത്വ നിയമത്തിലെ വകുപ്പ് 6A ആണ്. അടുത്തിടെ സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ച പൗരത്വ നിയമത്തിലെ വകുപ്പ് 6A ആണ്. ഈ വകുപ്പ് എന്താണ് പ്രതിപാദിക്കുന്നത്? 1966 ജനുവരി 1-നും 1971 മാർച്ച് 25-നും ഇടയിൽ അസമിൽ എത്തിയവർക്ക് പൗരത്വം ലഭിക്കും. അപ്പോൾ അടുത്തിടെ സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ച പൗരത്വ നിയമത്തിലെ വകുപ്പാണ് 6A എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഹെറിറ്റേജ് ശില്പോദ്യാനം നിലവിൽ വരുന്നത് കൊച്ചി. സംസ്ഥാനത്ത് ആദ്യമായി ഹെറിറ്റേജ് ശില്പോദ്യാനം നിലവിൽ വരുന്നത് കൊച്ചി. സംസ്ഥാനത്തെ 14 ജില്ലകളുടെയും പൈതൃകം വിളിച്ചോതുന്ന ഉദ്യാനം വൈറ്റില മൊബിലിറ്റി ഹബിനോട് ചേർന്നാണ് നിർമ്മിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ റഹ്ത്തർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ റഹ്ത്തർ. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഗുവാഹത്തി IIT ആണ്, ആസാം. 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഗുവാഹത്തി IIT, ആസാം. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനായി ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ദൗത്യം ചന്ദ്രയാൻ 4. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനായി ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ന്യൂസിലാൻഡ് ആണ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ന്യൂസിലാൻഡ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഏതായിരുന്നു? UAE ആണ്. 2020 വനിതാ ലോകകപ്പ് ഫൈനലിലും ടൂർണമെന്റിലും മികച്ച താരമായത് അമേലിയ കെർ ആണ്, ന്യൂസിലൻഡ്. 2020 വനിതാ ലോകകപ്പ് ഫൈനലിലും ടൂർണമെന്റിലും മികച്ച താരമായത് അമേലിയ കെർ, ന്യൂസിലൻഡ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് അപ്പോൾ ന്യൂസിലൻഡ് ആണ്.
ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കലാസംഘമാണ് റിതം. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കലാസംഘം റിതം 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്ത്. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്ത്. ആഗോളതലത്തിൽ 44 രാജ്യങ്ങൾ മലേറിയ മുക്തമാണ്. ഡ്രോൺ ഉപയോഗിച്ച് കത്തുകളും പാഴ്സലുകളും കൊണ്ടുപോകുന്ന സംവിധാനത്തിന്റെ പരീക്ഷണം കേന്ദ്ര തപാൽ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഡ്രോൺ ഉപയോഗിച്ച് കത്തുകളും പാഴ്സലുകളും കൊണ്ടുപോകുന്ന സംവിധാനത്തിന്റെ പരീക്ഷണം കേന്ദ്ര തപാൽ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി 10 മത്സര ഇനങ്ങൾ ഒഴിവാക്കിയ ഗെയിംസ്. 2026 കോമൺവെൽത്ത് ഗെയിംസ്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി 10 മത്സര ഇനങ്ങൾ ഒഴിവാക്കിയ ഗെയിംസ്. 2026 കോമൺവെൽത്ത് ഗെയിംസ്. ഹോക്കി, ബാഡ്മിന്റൺ, ഷൂട്ടിംഗ്, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്തൺ തുടങ്ങിയ ഇനങ്ങളാണ് ഗ്ലാസ്ഗോ വേദിയാകുന്ന ഗെയിംസിൽ നിന്നും ഒഴിവാക്കിയത്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് എറണാകുളം. ലോകത്തെ ഏറ്റവും മലിന നഗരമായി പ്രഖ്യാപിച്ചത് ലാഹോർ ആണ്. ലോകത്തെ ഏറ്റവും മലിന നഗരമായി പ്രഖ്യാപിച്ചത് ലാഹോർ. രണ്ടാമത്തത് ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഡൽഹിയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്ന ഖ്യാതി നേടിയത് ഉജാർ ഉളുവാർ കാസർഗോഡ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്ന ഖ്യാതി നേടിയത് ഉജാർ ഉളുവാർ കാസർഗോഡ്. ലോകത്തിലെ ആദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളം. ലോകത്തിലെ ആദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളം. കായിക രംഗത്തെ ആജീവനാന്ത മികവിന് സമ്മാനിക്കുന്ന ധ്യാൻചന്ദ് പുരസ്കാരത്തിന്റെ പുതിയ പേര് അർജുന ലൈഫ് ടൈം അവാർഡ്. കായിക രംഗത്തെ ആജീവനാന്ത മികവിന് സമ്മാനിക്കുന്ന ധ്യാൻചന്ദ് പുരസ്കാരത്തിന്റെ പുതിയ പേര് അർജുന ലൈഫ് ടൈം അവാർഡ്. ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ വളരാനും പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി കനവ് ജാഗ. ഇതിന്റെ അർത്ഥം സ്വപ്ന സാഫല്യം എന്നാണ്. ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ വളരാനും പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കനവ് ജാഗ. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. അടുത്തിടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് പീലിക്കോട്. അടുത്തിടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത് പ്രണബ് ജ്യോതിനാഥാണ്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത് പ്രണബ് ജ്യോതിനാഥ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം സ്മൃതി മന്ദാന. ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച ജില്ല പത്തനംതിട്ട. ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച ജില്ല പത്തനംതിട്ട. ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച വകുപ്പ് ഹോമിയോപ്പതി. ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച വകുപ്പ് ഹോമിയോപ്പതി. ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച ജില്ല പത്തനംതിട്ട. കുടുംബശ്രീ സ്റ്റോറിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീ സ്റ്റോറിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു.
UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാര നേട്ടത്തിന് അർഹമായ ഇന്ത്യയിലെ ആദ്യ നഗരം തിരുവനന്തപുരം. UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാര നേട്ടത്തിന് അർഹമായ ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ, ട്രിപ്പിൾ ജമ്പ്. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ, ട്രിപ്പിൾ ജമ്പ്. മലയാളത്തിലെ ആദ്യ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻസൈക്ലോപീഡിയ നിർമ്മിത ബുദ്ധി. അപ്പം മലയാളത്തിലെ ആദ്യ AI എൻസൈക്ലോപീഡിയ അറിയപ്പെടുന്ന പേരാണ് നിർമ്മിത ബുദ്ധി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുന്നത്. ഇപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ലഭിക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണും പരിശീലനവും നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണും പരിശീലനവും നൽകുന്ന പദ്ധതി നമോ ഡ്രോൺ ദീദി പദ്ധതി. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തി രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തി രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക്